കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മിറാക്കുലസ് ലൈറ്റ് വർഷിപ്പ് സെൻറ്റർ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ജാതി വർണ്ണ വർഗ വ്യത്യാസമന്യേ ലോകം മുഴുവനും നിറഞ്ഞ സന്തോഷത്തിൻ്റെ അകമ്പടിയോടെ കൊണ്ടാടുന്ന ഒരു ക്രിസ്മസ് കാലം കൂടെ വരവായി. കഴിഞ്ഞുപോയ ഏത് കാലഘട്ടത്തെക്കാളും സാമൂഹ്യ പശ്ചാത്തലങ്ങളും മാനവിക പ്രശ്നങ്ങളും വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ സന്ദേശത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില വാക്കുകളെ എൻ്റെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ ചിന്തകൾക്ക് ആധാരമായി തിരുവെഴുത്തിൽ നിന്ന് ഒരു വചനധാരയെ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി നടന്ന വിവരം 2 വിധത്തിലാണ് അതേക്കുറിച്ചുള്ള വിളംബരം മാനവരോട് ഉദ്ഘോഷണം ചെയ്യപ്പെട്ടത്. ഒന്ന്, ദേശദേശാന്തരങ്ങളിൽ രാപ്പകലന്യെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് വാനഗോള നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന വാനഗോള ശാസ്ത്രജ്ഞന്മാർക്ക് യേശുവിൻ്റെ വിവരം ലഭിച്ചു. അവർക്ക് ലഭിച്ചത് നക്ഷത്രത്തെ കാണുക വഴിയാണ്. നക്ഷത്രത്തെ കണ്ട അവർ അതിൻ്റെ സാധ്യതകളെ പഠിച്ച് ഒരു ദിവ്യജനനം നടന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി അവർ പ്രയാണം ആരംഭിച്ചു. മറ്റൊരിടത്ത് അക്ഷരവിദ്യ ലേശം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടം ഇടയന്മാർ വെളിമ്പ്രദേശത്ത് രാപാർക്കുകയായിരുന്നു. അവരുടെ മധ്യത്തിലേക്ക് സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് അവരോട് പറയുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. സർവജനത്തിനും വരുവാനുള്ള മഹാസന്തോഷം എന്നുള്ള വസ്തുത ഇടയന്മാർക്കാണ് ലഭിച്ചത്. അതേക്കുറിച്ച് പറയുന്നതിന് മുൻപ്, പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട പ്രാധാന്യം എത്രത്തോളം വിലയേറിയതാണ് എന്ന് നാം ഒന്ന് ഓർത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഹൃദയാന്തർഭാഗത്തെ പ്ലാൻ അനുസരിച്ച് ദൈവം സർവ്വസൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം മണ്ണുകൊണ്ട് മെനയപ്പെട്ട് ദൈവത്തിൻ്റെ ശ്വാസത്താൽ മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിൽ ശ്വാസം ഊതിയ നിമിത്തം ജീവനുള്ള ദേഹിയായി തീർന്ന ആദ്യ മനുഷ്യനായ ആദാം, പിന്നീട് രൂപം കൊണ്ട അവൻ്റെ കുടുംബം, ദൈവത്തിൻ്റെ അലംഘനീയമായ കൽപ്പന അവൻ ലംഘിച്ചത് വഴി പാപം ചെയ്യുകയും പാപം ചെയ്യുന്ന ദേഹം മരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണം ജീവിതത്തിൽ വെളിപ്പെടും വഴി അവരെ ഏദൻ നവോത്ഥാനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ അതിനുശേഷം അവരിൽ പാപം നിലനിൽക്കുമ്പോൾ തന്നെ അവരിലൂടെ ഉളവായി വന്ന തലമുറകൾ മാനവകുലം മുഴുവനും ആദാമ്യ പാപത്തിൻ്റെ തുടക്കക്കാരായി മാറി. അങ്ങനെ സകല മനുഷ്യനും പാപികളാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് പറഞ്ഞാൽ പാപിക്ക് മരണമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പാപമില്ലാത്തവന് മരണമില്ലെന്നും ഒരർത്ഥം അതിന് ചിന്തിക്കാമല്ലോ. സകല മനുഷ്യരും പാപികളാകയാൽ സകലരും മരിക്കേണ്ടതാണ്, പാപസംബന്ധമായി മരിക്കേണ്ടതാണ്.
പാപത്തിന് ശിക്ഷയായി മരിക്കേണ്ടതാണ്. ഇവിടെ ചിന്തനീയമായ മരണം നരകമെന്ന രണ്ടാം മരണം എന്നുള്ളതാണ്. പാപി അവൻ്റെ ഒടുവിലത്തെ ശിക്ഷാകേന്ദ്രമായ നരകത്തിൽ അകപ്പെടുകയും തീച്ചുളയിൽ വലിച്ചെറിയപ്പെടുകയും ചെയ്യും. എന്നാൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക വ്യവസ്ഥ പ്രകാരം മറ്റൊരാളിലേക്ക് അതിനെ ആക്കി തീർക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ നാഥനും സൃഷ്ടാവുമായ ദൈവം മനുകുലത്തെ വീണ്ടെടുക്കേണ്ടതിന് മനുഷ്യനായി ലോകത്തിലേക്ക് ഒരു സ്ത്രീയിൽ അവതരിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ അത്ഭുതം വേറെയില്ല. സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ദൈവം, സകലത്തെ ഉളവാക്കിയവൻ, പ്രപഞ്ചത്തിൽ അടങ്ങാത്തവൻ, ഒരു കുഞ്ഞിനെ പോലൊരു അണുവായി ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പിറവിയെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെ പിറവിയെടുക്കുക വഴി ലോകത്തിലേക്ക് പിറന്നു വീണ യേശുക്രിസ്തുവിൻ്റെ ജനനവും എവിടെ പിറന്നു, സാഹചര്യം എന്തായിരുന്നു, പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന വസ്തുതയാണല്ലോ. എന്നാൽ യേശുക്രിസ്തു പിറന്നതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആദാം പാപം ചെയ്ത ശേഷം അവൻ ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി. ഭയം അവനെ ഇറുകിപ്പിടിച്ചു. ഭയത്താൽ വിഹുലനായ ദമ്പതിമാർ ഓടി രക്ഷപ്പെട്ട് മരത്തിന് മറഞ്ഞു. എന്നാൽ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, അവർ ഭയന്ന് ഒളിച്ചിരിക്കുന്നു എന്ന്. ആദ്യ മനുഷ്യനായ